കൗമാരകാലത്ത് കുട്ടികളുമായിട്ട് പേരൻസ് വഴക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ആ പ്രായം കുട്ടികളെ സംബന്ധിച്ച് അവർ വളരെ ഇറിറ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രായമാണ്. ഏത് വഴക്കും അവർ എൻജോയ് ചെയ്യുന്നൊരു പ്രായമാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് വഴക്കിടാനുള്ളൊരു ടെൻഡൻസി കാണും. അതിലേക്ക് പലപ്പോഴും പേരൻസ് കൂടെ ചെന്ന് കയറിക്കൊടുക്കും. അങ്ങനെ പലപ്പോഴും കൂടുതൽ വഴക്കുകൾ ടീനേജിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നതാണ് പേരൻസ് എന്ന നിലയിൽ നല്ല ഒരു ജ്ഞാനം എന്ന് പറയുന്നത്. കാരണം ഈ വഴക്കിനുള്ള അവസരങ്ങൾ കൂടുന്തോറും ചേഞ്ചിനുള്ള സാധ്യതകൾ കുറയുകയാണ്. നമുക്ക് കൂടുതൽ കോൺവെർസേഷൻസ് ആണ് അവരുമായിട്ട് വേണ്ട, കോൺഫ്രണ്ടേഷൻസ് അല്ല. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ടീനേജിലുള്ള കുട്ടികളുമായിട്ട് വഴക്കുണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. ഇതിന് പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ ടീനേജ് വരുമ്പോഴാണ് കുട്ടികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ വളരെ മൈക്രോ ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നതും ഒക്കെ ആ സമയത്തായിരിക്കും. സ്കൂളിൽ നിന്നൊക്കെ പ്രഷർ കൂടുന്നതും ആ സമയത്താണ്. പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ചോ നമ്മളുടെ ആലോചനകൾക്കനുസരിച്ചോ ഒന്നും കുട്ടികൾ വരാതിരിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് വഴക്കുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പലപ്പോഴും വഴക്കുണ്ടാകുമ്പോൾ അവർക്ക് ഒരു രൂപാന്തരത്തിനുള്ള സാധ്യതകൾ കുറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ വഴക്കുകൾ എങ്ങനെ അവോയ്ഡ് ചെയ്ത് കൂടുതൽ കോൺഫ്രണ്ടേഷനേക്കാൾ കൂടുതൽ എങ്ങനെ അവരുമായിട്ട് നല്ല കോൺവെർസേഷനിൽ വരാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് പേരൻസിൻ്റെ ഭാഗത്ത് നല്ല ക്ഷമയുണ്ടായേ പറ്റുള്ളൂ. കാരണം ആ ടീനേജൊക്കെ ആകുമ്പോഴത്തേക്ക് പേരൻസ് കുറേ കൂടെ പക്വമാകുകയും കുറച്ചുകൂടെ മെച്യൂർഡായിട്ട് കാര്യങ്ങളെയൊക്കെ കണ്ട് വളരെ സമചിത്തതയോടെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ ടീനേജിൽ അങ്ങോട്ട് കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പലതും അങ്ങോട്ട് പിടിക്കത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യത്തിൻ്റെയും പുറകിൽ നമ്മളൊരു യുദ്ധമായിട്ട് ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റാതെ പോയി. എല്ലാ യുദ്ധങ്ങളും നമുക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇതൊരു യുദ്ധമല്ല, ഇതൊരു രൂപാന്തരം സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ കാര്യത്തിനും കയറി ഒരുമിച്ച് ഇടപെടുന്ന ഒരു രീതി വളരെ അപകടകരമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ അവനിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, കുറച്ചുകൂടെ സ്ഥായിയായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അത്തരം കാര്യങ്ങൾ മാത്രം എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം മുടി വളർത്തുന്നു, പിന്നെ സമയത്ത് എഴുന്നേൽക്കുന്നില്ല, കൂടുതൽ സമയം ഫോണിൽ കളിക്കുന്നു, ഹോംവർക്കുകളൊന്നും ശരിയായിട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളൊരു അറ്റാക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെങ്ങും എത്തത്തില്ല, അവരും എങ്ങും എത്തത്തില്ല. അപ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഏതാണ്, അല്ലെങ്കിൽ മൂല്യപരമായി ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്, ഇത് മാത്രം ആദ്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോന്നോരോന്നായിട്ട് വേണം നമ്മൾ ഇടപെടാൻ. എല്ലാം കൂടെ മാറ്റാനായിട്ട് പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പാരൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ പരീക്ഷ ടൈമാണ്. അപ്പോൾ പരീക്ഷാ സമയത്ത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. അതിൻ്റെ കൂടെ വേറൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളി ഭയങ്കര അസ്വസ്ഥനാണ്, ഭയങ്കര ദേഷ്യമാണ്, പിന്നെ ആരോടും ഒരു റെസ്പെക്റ്റും ഇല്ല. അപ്പോൾ ഇതിലെവിടെയാണ് ആദ്യം ഇടപെടേണ്ടത്? ഇപ്പോൾ തൽക്കാലം പരീക്ഷ ആയതുകൊണ്ട് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് സമാധാനപ്പെടുത്തി പരീക്ഷ എഴുതി തീർക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം പുള്ളി പറയുന്നതിനെല്ലാം ഓപ്പോസിറ്റ് പറഞ്ഞ്, പുള്ളി പറയുന്നതിനെല്ലാം കൗണ്ടർ ചെയ്ത്, പുള്ളി പറയുന്നതിനെല്ലാം എതിർത്ത് സംസാരിച്ച് അവിടെ വലിയൊരു കോലാഹല സിറ്റുവേഷനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. തൽക്കാലം ബാക്കി കാര്യങ്ങളൊക്കെ വിസ്മരിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യം ആദ്യം നേരെയാക്കാം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ആദ്യം നേരെയാക്കാമെന്ന് ചിന്തിക്കണം. കുട്ടികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തോന്നും, സ്വാഭാവികമാണ്. എല്ലാ പ്രശ്നങ്ങളും കൂടെ ഇന്നലെ പൊട്ടി മുളച്ചതും ഇന്ന് രാവിലെ പൊട്ടി വീണതും ഒന്നും അല്ലെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. പല പ്രശ്നങ്ങളും ചെറിയ പ്രായം മുതലേ ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നതാണ്. അന്നൊന്നും നമ്മൾ ഇത്രയും പ്രാധാന്യം അതിന് കൊടുക്കാഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മളെ ആക്രമിക്കുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ വേറൊരു വലിയ വിഷയം, ഈ കുട്ടികളുമായി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കോൺഫ്രണ്ടേഷന് പോകുമ്പോൾ അവിടെ രണ്ട് ചേരിയായിട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. നമ്മളൊരു ടീമാണ്, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഒരുമിച്ച് ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു ഭാഷയും എന്നുള്ളൊരു സമീപനവുമാണ് എപ്പോഴും നല്ലത്. നമ്മളെന്നുള്ള രീതി, നീയും ഞാനും
അല്ലെ ഞങ്ങളും നീയും എന്നുള്ള രീതി മാറ്റിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്കിത് നമ്മുടെ ഒരു പ്രശ്നമാണ്, നമ്മുടെ പുരോഗതിയുടെ ഒരു പ്രശ്നമാണ്, വളർച്ചയുടെ ഒരു പ്രശ്നമാണ്, ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്കിത് മാറ്റിയെടുക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അപ്പം ഒരു ടീമായി നിന്നുകൊണ്ട് ഇതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതാവും എപ്പോഴും നല്ലത്. അങ്ങനെ അല്ലെങ്കിൽ കുട്ടികളെപ്പോഴും വിചാരിക്കുന്നത് അവർ ആക്രമിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അവർ അമിതമായി ക്രിട്ടിസൈസ് ചെയ്യപ്പെടുകയാണ്, അവരെ ഇഷ്ടമല്ല, അവർക്കൊരു വാല്യൂ ഇല്ല, അവർക്കൊരു റെസ്പെക്റ്റ് ഇല്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്ന് അവർ കൂടുതൽ ഡിഫെൻസീവ് ആകാനും ഒരു ട്രാൻസ്ഫോർമേഷനും ചേഞ്ചിനും ഉള്ള പോസിബിലിറ്റീസ് എല്ലാം ഇല്ലാതാകാനുമായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ നിൽക്കുക, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും നല്ലത്. അതിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് കൂടുതൽ ഡിസ്കഷൻസാണ്. ഒരുപാട് ക്രിട്ടിസൈസിങ്ങും ഒരുപാട് ലെക്ചറും ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം നല്ല കോൺവെർസേഷൻസ്, ഈ കാര്യം എന്തൊക്കെ വിഷയങ്ങളാണോ ഉള്ളത് അതിലൊക്കെ നല്ല ചർച്ചകൾ, നല്ല കോൺവെർസേഷൻസിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, സമാധാനമായിട്ടിരുന്ന് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് ഇതിനൊക്കെ ഇത്തരം കോൺവെർസേഷൻസും ചർച്ചകളും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് പറ്റിയ സമയവും മറ്റും തിരഞ്ഞെടുക്കണം, പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കണം. ഇതൊക്കെ വളരെ പ്രധാനമാണ്. കുട്ടികൾ ഭയങ്കര പ്രശ്നത്തിലിരിക്കുന്ന സമയത്ത് നമുക്കവരെ റീഫോം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പലപ്പോഴും നടക്കത്തില്ല. അവർ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരോട് നേരത്തെ പറയുക, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പാർക്കിൽ പോയിരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് സംസാരിക്കാം. അവരെ വളരെ കംഫർട്ടബിൾ ആക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കാം. ഞാൻ എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും അവരുടെ മുറിയിലൊക്കെ അവർ വൈകുന്നേരമൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ചെന്ന് അവരോട് ഒറ്റയ്ക്കിരുന്ന് അവരുമായിട്ടിരുന്ന് കൂടുതൽ നേരം സംസാരിക്കുമ്പോൾ കുറേ കൂടെ അവർ കംഫർട്ടബിൾ ആകുകയും അവരുടെ പ്ലേസിൽ അവരിയ്ക്കുമ്പോൾ അവർക്ക് കൂടുതൽ അവിടെ ഒരു കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അവിടേക്ക് നമ്മൾ ചെന്ന് അവരുമായിട്ട് നല്ലൊരു ഡയലോഗ് പോസിറ്റീവായിട്ട് എൻഗേജിങ് ആയിട്ട് നടത്താമെങ്കിൽ അതിനൊക്കെയുള്ള റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോൺഫ്രണ്ടേഷനും ഒരു തർക്കത്തിനും വഴക്കിനും ഒന്നും പോവാതിരിക്കുക. ആരാണ് ശരി, ആരാണ് വലുത് എന്ന് കണ്ടുപിടിക്കാനല്ല ഈ ശ്രമങ്ങളൊക്കെ. എന്തിലേക്കാണ് നമുക്ക് നയിക്കേണ്ടതെന്നുള്ള ഒബ്ജക്റ്റീവാണ് ഇവിടെ പ്രധാനം. അതൊരിക്കലും നമ്മൾ മറന്നു പോകാതിരിക്കുക. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പേരൻസ് എന്ന നിലയിൽ നമ്മുടെ തന്നെ ജീവിതത്തിലെ നല്ല എക്സാമ്പിളുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മളുടെ സ്ട്രഗിൾസും നമ്മളുടെ ഇഷ്യൂസും നമ്മുടെ ചലഞ്ചസും ഒക്കെ അവരുമായിട്ട് ചർച്ച ചെയ്യുകയും അതൊക്കെ നമ്മളെങ്ങനെയാണ് ഓവർകം ചെയ്തത്, അതിലൂടെ നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. നമുക്കൊരു മൈക്രോ മാനേജിങ് അല്ല ഇവിടെ ആവശ്യം. ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ മാത്രമായിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പ്രയാസമാണ്. നേരെ മറിച്ച് അവർക്കൊരു വലിയ കാഴ്ചപ്പാട്, ഒരു ബിഗ് പിക്ചർ അനാലിസിസ്, കുറേ കൂടെ വലിയ രീതിയിൽ ജീവിതത്തെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ചലഞ്ചസിനെയൊക്കെ കാണാൻ, അതുപോലെ തന്നെ കൂടുതൽ അവരെ റെസ്പോൺസിബിൾ ആക്കാൻ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ ആവശ്യമാണ്. അവർക്കും എല്ലാത്തിലും ഒരു ഉത്തരവാദിത്വവും കൂടെ കൊടുക്കണം. എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം അവർക്ക് വേണ്ടി അങ്ങ് ചെയ്തു കൊടുക്കുന്ന പേരൻസിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുള്ള കുട്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അവരുടെ ഒരു സ്റ്റേക്ക് എന്താണ് അതിനകത്ത്, ഓരോ കാര്യത്തിൽ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്, ഇതൊക്കെ നമ്മൾ അവരോട് ചർച്ച ചെയ്യുകയും അതിലൊക്കെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ നന്നായിരിക്കും. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ കോൺസിക്വൻസസ് എല്ലാം നമ്മളങ്ങ് തീർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പോൾ അവർ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും. അത് സ്കൂളിൽ അതിൻ്റെ പണിഷ്മെൻ്റ് ഉണ്ടാകും, സ്കൂളിൽ അവരെ വഴക്ക് പറഞ്ഞു തന്നിരിക്കും. അതിനകത്തൊന്നും നമ്മൾ കയറി ഇടപെടാനായിട്ട് പോകരുത്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി, അവരെന്തെങ്കിലും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു, ആരെങ്കിലും ഒരാളുമായിട്ടൊരു വിഷയം ഉണ്ടാക്കി, അപ്പോൾ അതിനകത്തൊക്കെ അതിൻ്റെ കോൺസിക്വൻസസ് നേരിടാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുക. അവിടെയെല്ലാം പോയിട്ട് അവരെ രക്ഷിച്ചെടുത്ത് അവരെ ഒന്നിൻ്റെയും കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ അനുവദിക്കാതിരുന്നാൽ ഉള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അവർ ജീവിതത്തിൽ ഒന്നും ലേൺ ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന, ഇപ്പോൾ അവർ പഠിച്ചില്ല, അവർക്ക് മാർക്ക് കുറഞ്ഞു പോയി, അതിൻ്റെ ഒരു ഡിസ്കഷൻ വരുന്നത് മോൻ ഇട്ട എഫേർട്ട് കുറവായിരുന്നു, അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു, കുറച്ചുകൂടെ കൂടുതൽ എഫേർട്ട് ഇട്ടാൽ മാർക്ക് കൂടുതൽ കിട്ടും. മാർക്ക് കൂടുതൽ കിട്ടിയാൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ കിട്ടും. അല്ലാതെ മാർക്ക് കുറഞ്ഞതെല്ലാം അപ്പൻ്റെയും അമ്മയുടെയും എന്തോ വലിയ പരാജയമാണെന്നുള്ള നിലയിലല്ല കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. കുട്ടികൾ പഠിക്കുകയും നോളജ് ഉള്ളവരാകുകയും അവർ മെറിറ്റ് ഉള്ളവരാകുകയും വാല്യൂ ഉള്ളവരാകുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഡിഗ്നിറ്റിയും അവരുടെ റെസ്പെക്റ്റും ഒക്കെ തന്നെയാണ് കൂടുന്നത്.
അത് അവർ നാളെ ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ലോകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ലേണിംഗ്. അതുകൊണ്ടുള്ള ഗുണം അവർക്ക് തന്നെയാണ്. എന്തിനാണ് പഠിക്കുന്നതെന്ന് പല കുട്ടികൾക്കും അറിയില്ല. അപ്പോൾ പഠിച്ചാലുള്ള ഗുണം എന്താണ്? ഇത് പേരൻസും കാണിച്ചു കൊടുക്കാൻ തയ്യാറാവണം. കാരണം പേരൻസിൻ്റെ മേഖലയിലൊക്കെ നോളജ് ഉള്ള ഒരാളായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്ന ഒരാളായിട്ടും ഒക്കെ മാറിയെങ്കിൽ പല കുട്ടികളും ചോദിക്കുന്നത്, ഈ അച്ഛനും അമ്മയൊക്കെ ഇത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും സാഡാണല്ലോ, അവരെപ്പോഴും അൺഹാപ്പി ആണല്ലോ, അവരെപ്പോഴും വഴക്കാണല്ലോ, അവർക്കെന്നും പ്രോബ്ലം ആണല്ലോ എന്ന് പറയിപ്പിക്കരുത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലംസും ഇഷ്യൂസും കോറൽസും ഒക്കെ ഒന്നുകൂടെ ഒന്ന് സമാധാനമാക്കി നമ്മൾ കുറച്ചുകൂടി എഫക്റ്റീവായി ജീവിച്ച് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടതും കൂടെ വളരെ ആവശ്യം. അതുപോലെ തന്നെ കുട്ടികളുടെ ഫീലിങ്സിനെ, അതുപോലെ തന്നെ കുട്ടികളുടെ ഒപ്പീനിയൻസിനെ ഒക്കെ നമ്മൾ മാനിക്കണം. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്, ചില കാര്യങ്ങളോടൊക്കെ അവർ വളരെ നിഷേധപരമായ സ്റ്റാൻഡ് എടുക്കുകയാണ്, അല്ല ഞാനിനി ട്യൂഷന് പോകുന്നില്ല, എനിക്ക് അവിടെ ഞാനിനിയും പോകുന്നില്ല, എനിക്ക് ആ കാര്യത്തിൽ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പലപ്പോഴും അപക്വമായി അവർക്ക് ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ അറിയുള്ളൂ. നമ്മൾ സമാധാനമായിട്ടിരുന്ന അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും അതിനകത്തുനിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റീഫോം ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞാൽ അവർക്ക് അത്തരം നിഷേധാത്മകമായ പ്രതികരണങ്ങളൊക്കെ മാറും. അവരങ്ങനെയുള്ള കാര്യങ്ങളോട് നെഗറ്റീവ് ആകുന്ന രീതിയിലൊക്കെ മാറും. അപ്പോൾ നമ്മൾ അവരുടെ ഒപ്പീനിയൻസ് എന്താണ്, അവരുടെ വിഷമങ്ങൾ എന്താണ്, ഫീലിങ്സ് എന്താണ്, അവരുടെ ഇഷ്യൂസ് എന്താണ്, ഇതിനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പലപ്പോഴും പേരൻസ് അത് ചെയ്യാറില്ല, അതൊന്നും ചോദിക്കാറ് പോലുമില്ല. നമ്മളൊരു കാര്യം അങ്ങ് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ വഴക്കും മറ്റും ഉണ്ടാകുന്നതും മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതും. നേരെ മറിച്ച് അവർക്ക് ഓരോ കാര്യത്തോടുമുള്ള അവരുടെ വിഷയം എന്താണ്. ചില കുട്ടികൾ ചില ആഹാരം കഴിക്കത്തില്ല എന്നും പറഞ്ഞ് വലിയ വഴക്കുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അവരാഹാരം കഴിക്കാത്തതിൻ്റെ പ്രശ്നം എന്താണ്, അല്ലെ അവർ ലഞ്ച് കൊണ്ടുപോയിട്ട് കഴിക്കാതെ തിരിച്ചു വരുന്നു, അവർക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ പറയുന്നത്. അതിന് കാരണം എന്താണ്? അപ്പോൾ ഓരോന്നിൻ്റെയും കാരണങ്ങളും മറ്റും നമ്മൾ മനസ്സിലാക്കി അവർക്കതിനെ ഓവർകം ചെയ്യാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക, അവരുടെ ആ പ്രശ്നങ്ങളെ റീഫോം ചെയ്യാനുള്ള ഒരു സാധ്യതകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാൻ പേരൻസ് എന്ന നിലയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് പ്രത്യേകമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വഴക്കുകളും ബഹളങ്ങളും ഉണ്ടായതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. വഴക്കുകളും ബഹളങ്ങളിലൂടെ രണ്ട് കുഴപ്പങ്ങളാണ്. ഒന്ന്, അവർ ഡിഫെൻസീവ് ആകും. രണ്ട്, അതിനകത്തുനിന്നൊരു ലേണിംഗ് നടക്കില്ല. മൂന്ന്, പേരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമാകും. അപ്പോൾ ലോങ് റണ്ണിൽ ഇതെല്ലാം തന്നെ നമുക്ക് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. ആദ്യകാലത്തൊക്കെ വഴക്കും ബഹളവും വിരട്ടലും ദേഷ്യമൊക്കെ കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ചിലപ്പോൾ പോസിറ്റീവ് ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് തോന്നിയാലും ലോങ് റണ്ണിൽ അവർ നമ്മുടെ അടുത്തറയും വളർന്നു കഴിഞ്ഞാൽ അവർ ഡിഫെൻസീവിലേക്ക് പോവുകയും ഇതിനോട് അതേ രീതിയിൽ ചിലപ്പോൾ റിറ്റാലിയേറ്റ് ചെയ്യുകയും വഴക്കിനും ബഹളത്തിനുമൊക്കെ പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മളോട് റിറ്റാലിയേറ്റ് ചെയ്തെന്നിരിക്കും. നമ്മുടെ അത്രയൊക്കെ അവർ സൈസൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ആ പേടിയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പിന്നെ പ്രൊഡക്റ്റീവായിട്ട് നടക്കില്ല. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല വഴി വളരെ സമചിത്തതയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തോൽവിയോ വീഴ്ചയോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ അവരെ അല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. നേരെ മറിച്ച് അവരുടെ ആ എഫേർട്ടിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷയത്തെ മാത്രമായിരിക്കണം. യു ഹാവ് എക്സലൻറ്റ് കാലിബർ, യു ക്യാൻ ഓവർകം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാകുകയും തിരിച്ചു വരികയും ചെയ്യും. നേരെ മറിച്ച് അവരെ നമ്മൾ വ്യക്തിപരമായി ആക്ഷേപിക്കാനും മറ്റും അത്തരം അവസരങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ളൊരു റിക്കവറിയൊക്കെ വളരെ പാടായിരിക്കും. അപ്പോൾ അവർക്ക് കാലിബറുണ്ട്, അവരെ കൊണ്ട് അതിന് പറ്റുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു എക്സ്ട്രാ എഫേർട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ചേഞ്ചസ് ആയിരിക്കും അവർക്ക് ലഭിക്കുക. അതിലൂടെ നല്ല റെക്കഗ്നീഷനും മറ്റും അവർക്ക് കിട്ടുമെന്നൊക്കെയുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ നല്ല മാറ്റങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ഭാഗത്ത് ഭയങ്കരമായ ക്ഷമയാണ്. ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞതുപോലെ പേരൻറ്റിങ് സൂപ്പർ പവർ എന്ന് പറയുന്ന പേഷ്യൻസാണ്. പേഷ്യൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുള്ളതായിട്ട് തോന്നും. എല്ലാം കൂടെ കയറി ഇടപെടരുത്. ഏതെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക, 1 by 1 ആയിട്ട് ഇടപെടുക. പതുക്കെ അവരെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ കുട്ടികളും മിടുക്കരാകാൻ പോസിബിലിറ്റി ഉള്ളവരാണ്. ആരും ഇവിടെ മോശമായിട്ട് മാറാനായിട്ട് വരുന്നില്ല. അതിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക. കൂടുതൽ ആൾക്കാരത് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, കൂടുതൽ ആൾക്കാരത് കേൾക്കട്ടെ. എല്ലാവർക്കും സന്തോഷം ആശംസിക്കുന്നു. ഹാപ്പി ലിവിങ്.